ഇയർഫോൺ കിട്ടുവാണെങ്കിൽ അത് വെച്ചോളൂ കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ള സൈഡിലേക്കൊക്കെ പോവാൻ കാരണമാകും ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ. ദിസ് ഈസ് വുമൻ എംപവർമെന്റ്. വുമൻസിന് മാത്രമേ അതിങ്ങനെ സ്പാർക്ക് ഉണ്ടാവുള്ളൂ. ഒരുപാട് ആളുകളെ എന്താ പറയാ ഇങ്ങനെ പറിച്ചിട്ട് തിരിച്ച് നട്ടിട്ട് വേര് പിടിപ്പിക്കണം. മനസ്സിലായോ? അത്രയും വലിയൊരു ടാസ്കിലാണ് ഞാനും നിൽക്കുന്നത്. അപ്പൊ എനിക്കും കൺഫ്യൂഷൻസ് വരും. എന്താണ് ഞാൻ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ആകെ കൂടി ഒരേ ഒരു പിടിവെള്ളി ഉള്ളൂ. അത് ദൈവം മാത്രമേ ഉള്ളൂ. വേറൊരു ഒരു ഒരു പിടിവെള്ളിയില്ല. ആ പിടിവെള്ളി ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാധനം. അപ്പോ എങ്ങനെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പരമാർത്ഥം നിങ്ങളുടെ ഓരോരുത്തരുടെയും വോയിസ് കേട്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്കാണ് ഈ ലോകത്തിൽ എന്തൊക്കെയോ സംതിങ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ചിന്ത. എന്തൊക്കെ സംഭവിച്ചാലും ഇതിന്ന് പിന്തിരിയരുത്. ഇത് അവസാനം അതിന്റെ ആ ഒരു അവസാന പോയിന്റ് എത്തുന്നത് വരെ അതിന്റെ മാക്സിമത്തിൽ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ടാകണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ ഒരു കാരണമായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീഡിയോസ് കാണുമ്പോൾ. ഓരോരുത്തരുടെയും ഇങ്ങനെ എടുത്തു പറയണം എന്റെ കാരണം നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം അത്രയ്ക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. പലർക്കും വലിയ ട്രാൻസ്ഫോർമേഷൻ 2 ദിവസം കൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് എന്റെ ഒരു കഴിവൊന്നല്ല കേട്ടോ. ഇത് ഞാനും ഓൺ ദ വേ ആണ് നിങ്ങളെ പോലെ. മനസ്സിലായോ? അപ്പൊ നമ്മളും എന്താണ് നമ്മൾ വിചാരിച്ച ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓൺ ദ വേ ആണ്. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ചെയ്യുന്ന സ്ഥലത്തിലേക്കാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അങ്ങനെ സിന്ധു മാം, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ലേ? ആ ഒന്ന് നമ്മുടെ ഇവിടെ സെറ്റിംഗ്സിൽ ഒന്ന് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സിൽ ഒന്ന് ബ്ലർ ആക്കാനുള്ള ഓപ്ഷൻ കൊടുത്തു നോക്കിയേ. ബാക്ക്ഗ്രൗണ്ട് വേറെ പിക്ചർ ഒന്നും വയ്ക്കല്ലേ. വേറെ പിക്ചർ വെക്കുമ്പോൾ അതിന്റെ ഒരു നമ്മളുടെ പിക്ചറിന്റെ ഒറിജിനാലിറ്റി പോകുന്നു. ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും സംസാരിക്കാമല്ലോ. ക്യാമറ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാലോ? ചെയ്യാം. മ്യൂട്ട് ആക്കി വെക്കണേ, ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം തുടങ്ങി. നമ്മളുടെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലങ്ങൾ, നമ്മുടെ കരിയർ എങ്ങനെയായിരിക്കണം, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തോ ആ ബോക്സിലുള്ള സംഭവങ്ങൾ? അല്ലെങ്കിൽ ഇന്നലെ 10:30 മണി ആയതുകൊണ്ട് ഓടിപ്പോയിട്ട് അത് അടച്ചു പൂട്ടി വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണോ എടുക്കുന്നത്? അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇതിനെ ഫോളോ ചെയ്യണം. നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ മറന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വീണ്ടും അത് റിവൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതേസമയം നിങ്ങൾ അതൊന്ന് ഒരു തവണ ഒന്ന് മറച്ചു നോക്കിയാൽ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മ നിൽക്കും. കാരണം നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ പറയുന്ന കാര്യങ്ങൾ. യെസ്, ഇതാണ് സിന്ധു മാം ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ബ്ലർ ചെയ്തില്ലെങ്കിലും അത് നണ്ണിട്ട് കഴിഞ്ഞാലും ഇതിനേക്കാളും ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, എല്ലാവരും ജോയിൻ ആയിട്ടുണ്ടല്ലോ. അറ്റൻഡൻസ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ ഇത് എന്താണ് ഈ 2 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു അല്ലെ. 3ാമത്തെ ദിവസം നിങ്ങളോട് ഒക്കെ ഞാൻ പറഞ്ഞു അല്ലെ. ഇന്നത്തെ ദിവസമായിട്ട് ഇന്നലെ സ്മിത മാഡം ഒക്കെ എന്താണ് നമ്മൾ ഇതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണ കാര്യം പറഞ്ഞ സമയത്ത് പറ്റുമോ പറ്റിയില്ലേ എന്ന് കൺഫ്യൂഷൻ പറഞ്ഞ 2 ആൾക്കാരായിരുന്നു, ബിന്ദു മാഡം അതുപോലെ സ്മിത മാഡം ഒക്കെ അല്ലെ. അപ്പൊ അതായത് അപ്പൊ തന്നെ അവരുടെ മനസ്സിൽ എന്താണ് പോയി അതാണ് മനസ്സിൽ. അപ്പൊ പിന്നെ പറയണോ? നമ്മുടെ ഉള്ളില് നമ്മുടെ ചിന്തകൾ ഒറ്റയടിക്ക് നമ്മൾ എന്തെങ്കിലും എനർജി ലെവൽ അല്ലെങ്കിൽ അടിയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതേസമയം നമ്മൾ പറയണത് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം എന്തായാലും ചെയ്തു നോക്കണം എന്നായിരുന്നു നിങ്ങളുടെ മനസ്സിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മനസ്സിലായ കുറച്ചും കൂടി ഇപ്പൊ വന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. ഇത് ഒരാളുടെ മാത്രം അനുഭവം അല്ല കേട്ടോ. ലോകത്തുള്ള സകലമാന ആളുകളുടെയും വിജയിച്ച ആളുകളുടെ അനുഭവങ്ങളാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമ്മളൊരു ലക്ഷ്യസ്ഥാനം കാണും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കും? ഒന്നും പഠിക്കില്ല. നമുക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടണം. എവിടെന്നാ? നല്ല DD, അവിടെ നിന്ന് കുത്ത്, പരിഹാസാഭിമാനം, പിന്തിരിപ്പൻ, അങ്ങനെ കുറെ തടസ്സങ്ങൾ. അങ്ങനെ എളുപ്പത്തിൽ പോകുന്ന ഈ കൂട്ടത്തിൽ ഇരിക്കണം ആരും വിചാരിക്കേണ്ട. ഏകദേശം എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ ലൈഫ് അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ എവിടെന്നാ വരാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഉണ്ടാവും. അതാണ് ലൈഫ്. അതൊക്കെ ഉണ്ടെങ്കിലും കൂടെ നമ്മൾ ഒരു ഉദ്യമത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പോകും. അപ്പം എങ്ങനെ നമ്മുടെ മനസ്സിൽ വരാവുന്ന നെഗറ്റീവ് ടോക്സ് ആണ് സ്വാഭാവികമായിട്ടും ഒരു സംഭവം പെട്ടെന്ന് കണ്ടേക്ക് നമ്മുടെ മനസ്സിൽ എന്താ വരാ? പെട്ടെന്ന് ഒരു എന്താ പറയാ, ഒരാൾ സംസാരിക്കണ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും വരാ? എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം ഒരു നെഗറ്റീവ് തോട്ട്, പിന്നെയാണ് ഓയോ നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പോസിറ്റീവ് തോട്ട് വരുന്നത്, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ കൂടെ ആണ് പോസിറ്റീവിലേക്ക് എത്താൻ പറ്റുള്ളൂ. പലരും നെഗറ്റീവ് പോസിറ്റീവിലേക്ക് കടക്കാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന വാക്കുകളിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണ്ട. ഇത് വിശ്വസിച്ച ആളുകളാണ് നമുക്ക് മുന്നേ വിജയിച്ചു പോയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സെഷൻ നിങ്ങൾ എടുത്തതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇതുപോലെ നിങ്ങളെ എന്താണ് കൂടുതൽ വായിക്കണം, അത് എക്സസൈസ് ചെയ്യണം, നിങ്ങൾ ജേർണലിങ് ചെയ്യണം, അങ്ങനെ പറഞ്ഞ എല്ലാവരും കേട്ടിട്ടുണ്ടോ?
നിങ്ങൾ കേട്ടതായിരിക്കില്ല അല്ലേ? സാറിന്റെ യൂട്യൂബ് ചാനലിലും കണ്ട് ഒരു വീഡിയോ വന്നതായിരിക്കും. ജേർണലിംഗ് ചെയ്യണംന്ന്. അതായത് നമ്മള് ഒരു ദിവസത്തെ കാര്യങ്ങള് എഴുതി അത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ സെൻഡ് ആയിട്ടുണ്ട്ന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി ടീം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ജേർണലിംഗ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, അതായത് സക്സസിന്റെ വേ അന്വേഷിക്കുന്ന ആളുകളാണ് ഈ വാക്കുകളിലൂടെ കടന്നു പോകുക. ഏത് വാക്കുകളുടെ? മൈൻഡ് സെറ്റ്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, വിഷൻ ബോർഡ്, ഈ പറഞ്ഞ പോലെ ജേർണലിങ്, ഫിറ്റ്നസ്, ഇങ്ങനത്തെ വാക്കുകൾ പഠിക്കുന്നത് നമ്മൾ സക്സസിന്റെ വഴിയിലേക്ക് കടന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. മനസ്സിലായോ? ഇനി നമ്മൾക്ക് എന്താണ് വഴി കിട്ടി കഴിഞ്ഞാൽ അത് ആ വഴി കൂടെ ധൈര്യപൂർവ്വം സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന വികാരങ്ങളെ ഇതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്, അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് കിടക്കും. അപ്പൊ ഇത്രയും നാളും നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ എല്ലാ സംഭവത്തിനും, ഇപ്പൊ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, മക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, ആ സമയത്തൊക്കെ നമ്മൾക്ക് എന്താണ് പലപ്പോഴും നമ്മൾ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് വിവേകം വരാറില്ല. പലപ്പോഴും നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചൊന്നൊരു ദീർഘനിശ്വാസം വിട്ടിട്ട് നമുക്ക് സംസാരിക്കാനുള്ള വിവേകം പോലും ഉണ്ടാവില്ല. സത്യല്ലേ? ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പലപ്പോഴും താളപ്പിഴകൾ സംഭവിക്കാൻ ഇതൊക്കെ കാരണമാകും. പക്ഷെ വൺസ് നമ്മൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നെഗറ്റീവ് ഒരു സെൽഫ് ടോക്ക് നമ്മൾ എത്രത്തോളം താഴേക്ക് വലിക്കുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആകാനായിട്ട് ശ്രമിക്കും. ഇത് വേറെ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഇനി നെഗറ്റിവിറ്റി ബാധിക്കാൻ പാടില്ല. ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റിവിറ്റി നമുക്ക് സംഭവിക്കും? നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളോട് എന്തെങ്കിലും ഒരു വാക്ക് നമ്മളോട് എപ്പോഴും എന്ത് കേട്ടാലും പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു സാധനം ഉണ്ടാവില്ലേ? നമ്മളോട് എന്തോ ആരോ പറയണ പോലെ ഫീൽ ചെയ്യാറില്ലേ? നമ്മളോട് തന്നെ നമ്മൾ പറയുന്ന ഒരു വാക്ക് എന്നിട്ടാ. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നമുക്ക് നാളെ റിയാലിറ്റി ഷോ തുടങ്ങി യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണം, 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു വന്നത്? ഓരോരുത്തരുടെ മനസ്സിൽ എന്താ വന്നത്? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു 2-3 ആൾക്കാർ പറഞ്ഞു. എന്താണ് പെട്ടെന്ന് വന്നത്? പെട്ടെന്ന് നടക്കുമോ എന്നുള്ളൊരു തോട്ട് അല്ലേ? അയ്യോ എന്നുള്ളൊരു തോട്ടാവും. ഇങ്ങനല്ലേ? അല്ലാണ്ട് ഇങ്ങനല്ലേ വന്നത്? അയ്യോ ഇതെങ്ങനെ നടക്കാനാ 100K? അങ്ങനല്ലേ വന്നത്? 100K സെറ്റ് ആക്കണം, അങ്ങനെ തോന്നിയത് ആരൊക്കെ ഉണ്ട്? മെനക്കെടണം, എന്നാലും എത്താൻ പറ്റും എന്നായിരുന്നു അല്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉൾവിളിയാണോ ഉണ്ടായത്? കാരണം കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നു, ഞാൻ മാമിന് പേഴ്സണലി മെസ്സേജ് ഇട്ട പോലെ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പക്ഷെ പറ്റാറില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നടന്നിട്ടില്ല. അല്ലല്ല സിന്ധു മാം, കുറെ നാളായിട്ട് വിചാരിക്കാണ് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം, പക്ഷെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. അതാണ് വാസ്തവം. മനസ്സിലായോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമുക്ക് എപ്പോഴും എന്താ ഒരു ഭയമാണ് അല്ലെ, നമ്മൾക്ക് എത്തില്ലേ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതെ ലോട്ടറി അടിക്കണം, പക്ഷെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ഭയങ്കര സംഭവങ്ങളൊക്കെ ആകണം, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ തയ്യാറല്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കും ഒരു 100,000 പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കൂ. നമുക്ക് പക്ഷെ വിജയിക്കണം. നാളെ എന്ന് പറഞ്ഞ സമയത്ത് പറയും, വീട്ടിലുള്ള ആൾക്കാരിനെക്കാളും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഈ വയസ്സാങ്കാലത്തിന് ഇപ്പൊ ഇതിന്റെ ആവശ്യം, ഇതിന്റെ കൂടെ കുറവുണ്ടായിരുന്നു, ബാക്കി എല്ലാം അതെ, അവരോടൊക്കെ പോകാൻ പറ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയില്ലേ, സക്സസിന്റെ വേയിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതിന് പ്രായമൊന്നുമില്ല ശരിക്കും അല്ലെ. നമ്മളുടെ വഴി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വഴിയിൽ കൂടെ പ്രോപ്പറായിട്ട് പോകണുണ്ടോ എന്നുള്ളത് ഇതൊരു മത്സരമല്ലേ നടക്കാൻ പോണേ. നിങ്ങൾ എല്ലാവർക്കും ഒരു ആവേശം തോന്നണില്ലേ? എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല, 25 ആളിൽ ഒരാളാണല്ലോ ഞാൻ. അത്രയ്ക്ക് അങ്ങോട്ട് താഴേക്ക് പോകില്ല എന്നുള്ളൊരു തോട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓരോരുത്തർക്കും ഇത്തിരി അഹങ്കാരമുണ്ട്. അഹങ്കാരത്തോടുകൂടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ വേലി ബാഹുബലിയുടെ അമ്മ പറഞ്ഞ പോലെ എന്റെ മരുമകൾക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടാവുന്നത് എനിക്ക് അഭിമാനം എന്ന് പറഞ്ഞ പോലെ കുറച്ച് അഹങ്കാരമൊക്കെ വേണം. ഈ അഹങ്കാരം വെച്ചിട്ട് എനിക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റും. കാരണം നാളെ എന്ന് പറഞ്ഞ സമയത്തെ ഇന്നത്തെ അമ്മമാരുടെ ഒരവസ്ഥ ആയിരിക്കില്ല നാളത്തെ പ്രായമാകുമ്പോഴത്തെ അമ്മമാരുടെ അവസ്ഥ. എന്താ കാരണം? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മക്കളൊക്കെ പല പല വഴികൾ തേടി പോകും, ഉറപ്പുള്ള കാര്യം. ഒരു സംശയമില്ല. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് ചോറും കൂടാനും വെച്ച് തന്നിട്ട് നിങ്ങളെ നോക്കിയിട്ട് അമ്മേ ഗുളിക കഴിക്കൂ, അമ്മേ ഭക്ഷണം കഴിക്കൂ, ഇങ്ങനെ പറയണ മക്കള് ഇന്ന് നമ്മുടെ സ്വപ്നത്തിൽ ഉണ്ടാകും. പക്ഷെ നാളെ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. എനിക്ക് 4 മക്കളുണ്ട്. ഞാനിങ്ങനെ എന്താ പറയാ, ചങ്കും കരളും പോലെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം, എക്സ്പെക്ടേഷൻ എന്താണ്? 4 മക്കളും ചുറ്റും നിന്നിട്ട് എന്റെ പൊന്നോ പ്രായമായിട്ടുള്ള തളയുടെ ചുറ്റും നിന്നിട്ട് നമ്മളിങ്ങനെ ശുശ്രൂഷിക്കാണ്. എവിടുന്ന് 4 ആളുണ്ടാവില്ല. ഞാനത് പ്രതീക്ഷിക്കണില്ല. പക്ഷെ അവരുടെ സ്നേഹം അല്ലെങ്കിൽ ആ വേര് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു വേര് ഉറപ്പുണ്ടാവണം. നാളേക്ക് നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും കൊടുക്കാനും ഇല്ല. അവര് നമ്മളൊരു ഭാരമാവുന്ന ഒരവസ്ഥയിലൊക്കെ നമ്മൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാം. ജാസ്മിൻ പറഞ്ഞ പോലെ ഉമ്മാക്ക് അല്ലെ, ഉമ്മാനെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിക്കല്ലേ അതിനേക്കാളും നല്ലത്. അപ്പൊ അതുണ്ടാവാണ്ടിരിക്കണമെങ്കിൽ
ഇന്ന് നിങ്ങൾക്ക് ബോധമുള്ള സമയത്ത്, കണ്ണ് കാണുന്ന സമയത്ത്, കേൾവി കേൾക്കാൻ സമയത്ത്, ശരിക്കും കേൾക്കാൻ പറ്റുന്ന സമയത്ത്, ബുദ്ധി ചിന്തിക്കാൻ പറ്റുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമുക്ക് മുന്നിട്ട് ഇറങ്ങാനോ നമുക്കും കഴിയില്ല, ചുറ്റുള്ള ഒരാൾക്കും കഴിയില്ല. ഇതാണ് റൈറ്റ് ടൈം. ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല സിന്ധു മാഡം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ഒരു ജോബ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത്രയും പോലും എന്താ പറയാ ഒരു എനർജി ഇല്ലാതെ ഇരിക്കുന്ന 25 വയസ്സുകാരി നമ്മുടെ ചുറ്റുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മളെ പ്രായം ഏജ് ജസ്റ്റ് നമ്പർ ആണ് നമ്മളെല്ലാവരും പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരേ പ്രായമാണ്, ഒരേ പ്രായം. ഏത് പ്രായം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്റെ പ്രായം 25 അതിൽ കൂടുതൽ ഒരു കളിക്ക് ഞാനില്ല. 24 അതിൽ കൂടുതലാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഈ വയസ്സിലേക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് ഞാനിരിക്കണത്. അതില് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് നമ്മൾ 25 വയസ്സിനും വിട്ടിട്ട് നമുക്ക് എന്താണ് ഇപ്പൊ കണ്ണിന്റെ കാഴ്ച കേൾവിയുടെ ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആരോഗ്യം കുറെ കൂടി സംരക്ഷിക്കാം, രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാം, കുറച്ചും കൂടി ഫിറ്റ്നസ് ഉണ്ടാക്കാം, കുറച്ചും കൂടി അറിവുണ്ടാക്കാം, കുറച്ചും കൂടി സാങ്കേതിക വിദ്യകൾ പഠിക്കാം, മറ്റുള്ളവർക്ക് മികച്ചതായിട്ട് നിൽക്കാവുന്ന രീതിയിലേക്ക് നമ്മൾക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ 25 വയസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾക്ക് ഇവിടെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തടി കൂടുതൽ തടി കുറവ് അത് നമുക്കിനി ഒരു വിഷയമേ അല്ല. ഉള്ള തടിയിൽ നിങ്ങൾ ഫിറ്റ് ആണോ? അവിടെയാണ് പോയിന്റ്. ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ എടുക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? അത്യാവശ്യം നല്ല സൈസാ, പക്ഷെ എമ്മാതിരി ഹെൽത്ത് ആണ് അവരുടെ ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടുവെച്ചിരിക്കണ രൂപം, ആ രൂപത്തിന് ഫിറ്റ്നസ് ഉണ്ടോ? നിങ്ങൾ ആരോഗ്യത്തിലാണോ? നിങ്ങൾക്കൊരു കാര്യം ഒരു 5-6 സ്റ്റെപ്പ് ഓടിക്കയറാൻ പാകത്തിന് നിങ്ങളുടെ തടിയല്ല, നിങ്ങളുടെ ക്ഷീണിച്ചതൊന്നുമില്ല. ഇപ്പൊ ആരാണ് കഴിഞ്ഞ ബിന്ദുമേട പറഞ്ഞ പോലെ തടി കുറവായിരുന്നു, തടി കൂടിയപ്പോ കുറച്ചൊരു കോൺഫിഡൻസ് തോന്നി എന്ന് പറഞ്ഞ പോലെ. അതായത് നമ്മളെ സംബന്ധിച്ച് എല്ലും തോലാണോ നമ്മൾ ഫിറ്റ് ആണെങ്കിൽ എന്തിനാ നമുക്ക് ഒരാളെ പേടിക്കേണ്ട കാര്യം? ചിലർ നമ്മളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു രോഗമില്ല, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പോയി ചികിത്സിക്കാൻ പറയണം, തിരിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. മനസ്സിലായോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിറം, വർണ്ണം, ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒരിക്കലും നമ്മളെ ബാധിക്കാൻ പാടില്ല. അത് ആദ്യം തന്നെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കണമെങ്കിൽ. ഞാൻ അടക്കമുള്ള ആളുകൾ, ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇപ്പൊ പലരുടെ കണ്ണിലാണ് ഒരാളുടെ സൗന്ദര്യം എന്ന് പറയും. നമുക്ക് എന്താണ് ഒരാളുടെ സൗന്ദര്യം കാണുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്, അവരുടെ പെരുമാറ്റത്തിലൂടെയും അവരുടെ ഒരു എന്താ പറയുക സംസർഗത്തിലൂടെയും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരാളുടെ സൗന്ദര്യം ഫീൽ ചെയ്യുന്നത്. നല്ല വെളുത്ത് തുടുത്ത് നല്ല മെലിഞ്ഞ് നീണ്ട് അങ്ങനെയൊക്കെയാണ് സൗന്ദര്യ സങ്കല്പം എന്നുണ്ടെങ്കിൽ മനസ്സിൽ പറ്റി ഒരു വാക്ക് പറയാനോ ഒരാളോട് ഒരു കരുണ കാണിക്കാനോ പറ്റാത്ത പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് എന്തിനു കൊള്ളാം? എന്തിനു കൊള്ളാം? ഒരാളും എന്റെ മുന്നിലൊക്കെ 100,000 ഉദാഹരണങ്ങളാ. ഏറ്റവും വെളുത്ത പെണ്ണിനെ കിടന്നെന്ന് ആലോചിച്ചിട്ട് നടന്നിട്ടുള്ള എന്റെ ഒരു അയൽവാസിയുടെ ഒരു കഥ. 11 വർഷം ആ പെണ്ണിനെ സഹിച്ചിട്ട്, അതായത് 101 പവനും, വെളുത്ത പെണ്ണ്, ആങ്ങളമാരുണ്ടാവണം, 2 നില വീടായിരിക്കണം, കമ്പ്യൂട്ടർ ഉള്ള വീടായിരിക്കണം. അന്നത്തെ കാലമാണ് കേട്ടോ ഞാൻ പറയണത്. അന്ന് കമ്പ്യൂട്ടർ ഒന്നും ഇല്ല ആരുടെ വീട്ടിൽ. അത്രയും ഹൈ ക്ലാസ് ഫാമിലിയിൽ മാത്രമേ കമ്പ്യൂട്ടർ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നിട്ടേ എന്തോ കണ്ടു കഴിഞ്ഞാൽ രാജകുമാരി എന്നൊക്കെ പറഞ്ഞ പോലെ. രാജകുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സൗന്ദര്യം മാത്രമല്ല രാജകുമാരി. ഇപ്പൊ നമ്മളെ ഈ ബ്യൂട്ടി കോൺടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മിസ് ഇന്ത്യ, മിസ് വേൾഡ് ഒക്കെ പറയണത് അവർക്ക് ഒരിക്കലും സൗന്ദര്യമല്ല, അവരുടെ ബുദ്ധി, അവരുടെ കഴിവ്, അവർക്കുള്ള എല്ലാ തരത്തിലുള്ള മെന്റൽ ഫിസിക്കൽ ഫിറ്റ്നസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സൗന്ദര്യ മത്സരത്തിലെ സൗന്ദര്യ റാണിയായി മാറുന്നത്. നമുക്കതറിയില്ല. നമ്മൾ ആകെ കൂടി നിന്നൊക്കെ വെളുത്തതാണോ, അങ്ങനെ നല്ല പല്ലൊക്കെ നല്ല ഇതിലുള്ള ഇരിക്കണതാണോ, നല്ല നീളം മുടി ഉണ്ടോ? എന്നാ കേട്ടാ എന്തർത്ഥത്തിൽ അവരുള്ളിലിരിക്കുന്നത് കറുത്തതാണോ വെളുത്തതാണോ വേറെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും അറിയാത്ത ഹൃദയം ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ വീക്ഷണകോൺ അതെന്നെ മാറ്റണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഞാൻ എന്റെ അയൽവാസിയുടെ കാര്യം പറഞ്ഞപ്പോ 11 കൊല്ലം ആ പെണ്ണിനെ സഹിച്ചിട്ട് സഹിക്കാൻ പറ്റാണ്ട് അതിനുപേക്ഷിച്ച്. അപ്പൊ വെളുപ്പും കാണാനുള്ള ഭംഗിയും മാത്രമേ ഉള്ളൂ പണവും. അതിനപ്പുറത്തേക്ക് ഒരു കുടുംബത്തിനെ, ഒരു മക്കളെ, ഒരു ഭർത്താവിനെ, അല്ലെങ്കിൽ സഹജീവികളോട് എങ്ങനെ കരുണ കാണിക്കണം എന്നറിയാത്ത ഒരു പെണ്ണ്. വലിയ തെറ്റായിരുന്നു, ഭയങ്കര വലിയ തെറ്റ്. ഞാൻ ഇങ്ങനെ പുറത്തു നിന്ന് കാണണ്, കാഴ്ചക്കാരിയാണ് ഞാൻ, കാഴ്ചക്കാരി. പാഠം പഠിച്ചത് ഞാൻ. മനസ്സിലായോ? ഞാനാണ് പാഠം പഠിച്ചത് അവരുടെ ലൈഫിൽ നിന്ന് എത്രയോ മുമ്പ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കണം പലതും. അങ്ങനെയാണ് നമ്മൾ മെച്ചുവേർഡ് ആവണത്. മനസ്സിലായോ? പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും എന്താണ് നമ്മളെ മനസ്സിൽ കാണേണ്ടത് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടത്. ഒരു ക്രിറ്റിസിസം അല്ല, അയ്യോ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ശരിയാവൂല, എന്തെങ്കിലും ഒരു കാര്യം പറയണ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും, പിന്നെ നമുക്ക് പറയാനുള്ള സാധനം പോയി. മനസ്സിലായ? എനർജി പോയി. ക്രിറ്റിസിസം നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഭയങ്കര ഫൈറ്റാണ് നടക്കുന്നത്. ആ ഫൈറ്റിന് വേണ്ടി നമ്മൾ അങ്ങനെ നിന്ന് കൊടുക്കും. നമുക്കിപ്പോ ബോധമുണ്ട്, ബോധമില്ലേ? നമുക്കിപ്പോ ബോധമുണ്ട്, ബോധമാണ് ഈ വരുന്നത് നമ്മൾ കേൾക്കുന്ന വാക്കുകളിൽ കൂടെ. അതായത് എന്തെങ്കിലും കാര്യം പറയാനോ ചെയ്യാനോ ചിന്തിക്കാനോ തുടങ്ങുന്നതിന് മുമ്പ് ക്രിട്ടിസൈസ്ഡ് മൈൻഡ് നമ്മുടെ, അതായത് മറ്റുള്ളവരെ ഇങ്ങനെ അതായത് വിമർശിക്കുന്ന മനസ്സ്. സ്മിത പറയണം കേട്ടോ, അത് പറയുമ്പോൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്താണെന്നൊന്ന് ചോദിക്കണം കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലേ, നിങ്ങൾക്കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്തയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ മാറ്റിക്കളയണം എന്നുള്ളതാണ്. അപ്പം
എവറി ഡേ നമ്മളോട് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ വിലയിരുത്തിയിട്ട് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. എന്തിനു മുന്നിട്ട് ഇറങ്ങാന്നുള്ള ഒരു ഇതായിരിക്കണം. പക്ഷെ മുന്നിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, പ്രതികരിക്കുന്നതിന് തൊട്ട് മുമ്പ് ശ്വാസം അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ചിന്ത ബ്രെയിൻ വർക്ക് ചെയ്യണം. മനസ്സിലായോ? ശ്വാസം എടുക്കുന്നത് എന്തിനാണെന്നറിയോ? മെഡിറ്റേഷന്റെ ഗുണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു, സക്സസിലേക്ക് കടക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഒന്നാണ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ ചെയ്യാണ്ട് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. നമ്മുടെ നോർമൽ ശ്വാസം നമ്മളെ ഒന്നിനും നയിക്കില്ല. നമ്മളുടെ എക്സ്ട്രാ ഒരു ശ്വാസഗതി മാറ്റം വരുത്തുമ്പോൾ മാത്രമേ നമ്മൾ സക്സസിലേക്ക് മാറുള്ളൂ. അതിനെന്താ കാരണം എന്നറിയോ? നമ്മൾ പെട്ടെന്ന് ഒരു പട്ടിയെ കണ്ടുപോയി നമ്മൾ പേടിച്ചു പോയിക്ക് നമ്മുടെ ശ്വാസം എന്തായി അങ്ങനെ ആയില്ലേ? അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇൻസ്ട്രക്ഷൻ കിട്ടാണ്, അപകടം, ഓടിക്കോ എന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓടാൻ റെഡി ആവണം നമ്മൾ. ഇതേപോലെ നമ്മൾക്ക് എന്താണ് ശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ നോർമൽ ശ്വാസത്തിൽ നിന്നും വിട്ടിട്ട് നമ്മൾ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് മാക്സിമം ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് തലയിൽ മൊത്തത്തില് നമ്മുടെ ശരീരത്തിൽ തലച്ചോറിൽ ഒക്കെ കൂടുതൽ ഈ ഓക്സിജൻ കിട്ടുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആ ഒരു ഡിഫറെന്റ് ആ ഒരു പാറ്റേൺ തന്നെ മാറും. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വാവ്, എന്തോ ഒരു നല്ലത് സംഭവിക്കാൻ പോകുന്നു. ഐ ആം സേഫ്, ഐ ആം കാം. എന്നാൽ ഞാൻ ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. യു ക്യാൻ ക്രിയേറ്റ് എനിത്തിങ് എന്നുള്ള ചിന്ത ബ്രെയിൻ അങ്ങോട്ട് തീരുമാനിക്കും. അതിനാണ് നമ്മളോട് മെഡിറ്റേഷൻ എടുക്കാൻ പറഞ്ഞത്. ശ്വാസം നല്ലപോലെ ഓക്സിജൻ. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. വല്ല സിനിമയുടെ ഈ ത്രില്ലർ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറെ നേരം ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിട്ട് ശ്വാസം സ്റ്റക്ക് ആകുമ്പോൾ ഇങ്ങനെ ഒരു ദീർഘനിശ്വാസം ഇടും. അങ്ങനെ നമ്മുടെ മെഡിറ്റേഷൻ ഒക്കെ അങ്ങനെയാ. നമ്മുടെ മെഡിറ്റേഷൻ പോണത് ആ ലെവലാ. ഇതല്ലാതെ മനഃപൂർവ്വമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ശ്രമം, ആ ശ്രമം നമ്മൾക്ക് ഉപയോഗപ്പെടും. ഇതിനാണ് നമ്മൾക്ക് വെളിവുണ്ടാവുക എന്ന് പറയുന്നത്. വെളിവുണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ മാറുന്നത്. അപ്പൊ മെഡിറ്റേഷൻ കമ്പൽസറി ആണ്. നമ്മൾ ഈ പോണ വഴിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഒരു അംഗത്തിന് നിങ്ങൾ തയ്യാറാക്കുക. നമ്മുടെ ഉള്ളില് നമ്മൾ പറയുന്ന വാക്കുകളിൽ പവർ ഉണ്ടോന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്ന സമയത്ത് ഐ ക്യാൻ ഡു ഇറ്റ്, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കും, എനിക്കിത് നിങ്ങൾക്ക് തന്നേ പറ്റൂ, എനിക്കിത് നിങ്ങളെല്ലാവരും എംപവർ ചെയ്തേ പറ്റൂ, നിങ്ങളെല്ലാവരും ഒരുപടി മുന്നേ കയറി പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പവർ എന്നുള്ള ഒരു സാധനമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ സാധനം. ഈ സാധനത്തിനെ ഞാൻ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വരുന്ന തോട്ട് ലെവൽ തന്നെ ചേഞ്ച് ആയി, എനിക്ക് വരുന്ന സാഹചര്യങ്ങൾ ചേഞ്ച് ആയി. യൂണിവേഴ്സ് എനിക്ക് വേണ്ടി ഇങ്ങനെ എവിടുന്നൊക്കെ എന്തൊക്കെയോ പരതി കൊടുത്തന്ന് എന്റെ കൺമുന്നിൽ കൊണ്ട് എത്തിക്കുന്നു. ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കാൻ പറ്റും. ഇതെന്റെ മാത്രം അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരാളെടുത്ത് പോയിട്ട് ഒരു റെഫറൻസിൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല. ഇത് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ നിരന്തരമായിട്ട് എനിക്ക് വേണം, എനിക്ക് ചെയ്യണം, എനിക്ക് ഇതാക്കണം, ഒരുപാട് നമ്മൾ ഇതിനൊക്കെ ഇങ്ങനെ എതിർക്കുന്ന സമയത്ത് ഞാൻ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ വരുന്നത്. നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള കഴിവ്. ഞാൻ വീണ്ടും പറയണം, നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. ഇല്ലെങ്കിൽ ആ കഴിവെടുത്തിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ശരിയല്ലേ? ഇക്കൂട്ടത്തില് ഒരു ലെവൽ മുകളിലേക്ക് പോകാൻ കഴിവുള്ള ആളുകളാ. നമ്മളിത് ചെയ്യാൻ മടിച്ചാൽ ഇതെടുത്തിട്ട് അധ്വാനിക്കണ ഒരു സൈഡ് ആളുകളുണ്ടോ, കഷ്ടപ്പെട്ട് വായിക്കുന്നു, പഠിക്കുന്നു, പരതുന്നു, രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിക്കുന്നു. അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങോട്ട് എടുത്തിട്ട് ദൈവം കൊടുക്കും. ഉപയോഗിക്കണവർക്കല്ലേ കൊടുക്കണ്ടേ? പണവും അങ്ങനെ തന്നെയാ. ആരാണ് എടുത്തിട്ട് ഒരാളെ സഹായിക്കുന്നത്? ആരാണ് ഒരാൾ പണം കൊണ്ട് ഒരാളെ സഹായിക്കുന്നത്? ആരാൾക്കാണ് ഒരു തടി കൊണ്ട് ഒരാൾ സഹായിക്കണം? തടി കൊണ്ട് സഹായിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം അങ്ങോട്ട് പ്രദാനം ചെയ്യും ദൈവം. പണം കൊണ്ട് ആരാ സഹായിക്കണത്? അവർക്ക് പണം കൊണ്ട് ദൈവം സഹായിക്കും. വെറുതെ സഹായിക്കല്ലാട്ടാ ചെയ്യും, വാരിക്കോരി നിറച്ചു കൊടുക്കും. നമ്മുടെ കയ്യിൽ അടക്കി വെക്കാന്ന് വിചാരിക്കണ പണം നമ്മൾക്ക് ഒരു ഉപയോഗത്തിനും ഉപയോഗിക്കില്ല. പകരം എന്റെ കയ്യിൽ 10 ഉണ്ടോ, ഞാനത് ആർക്കെങ്കിലും ഉപകാരത്തിന് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നാളെ നമ്മൾക്കത് 10,000 വരും. നമ്മളിത് ഒരാൾക്ക് ഒരു 100 രൂപ കൊടുത്താല് നാളെയല്ല അടുത്ത നിമിഷം വരണം 1000 എന്നുള്ളതാണ്. അത് എങ്ങനെയാ അതും 10 മടങ്ങായിട്ട് വരുന്നത്? നിങ്ങൾ ആ ഒരു മൈൻഡോട് കൂടി ചെയ്യണം കേട്ടാ. എനിക്കിത് 10 ഇരട്ടി ആകണം എന്ന് വിചാരിച്ച് ചെയ്യണം. അപ്പൊ അത് അതുപോലെ വരും എന്നുള്ളതാണ്. നമ്മൾക്ക് വിഷമഘട്ടങ്ങളിൽ കൂടെയാണ് എപ്പോഴും ഒരുവിധം സമയത്ത് നമ്മളൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള വിഷമത്തിൽ ഇങ്ങനത്തെ ഫേസ് ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇങ്ങനെ ഇരിക്കുന്നത് വളരെ കുറവായിരിക്കും. വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ പറ്റുന്ന ഒരു മുഖമാണ് ഇങ്ങനത്തെ ഹാപ്പി ഫേസ്. അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഏകദേശം വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെ നോക്കട്ടെ. സ്പെഷ്യലായിട്ട് ആരുമില്ല, എല്ലാവരും സാഡിലിരിക്കുന്ന ഒരു അവസ്ഥ. ഒരു സംശയമില്ല, ആരുമില്ല സ്പെഷ്യലായിട്ട്, എല്ലാവരും എന്നെ പോലെ ഒരു വ്യത്യാസമില്ല. ഈ ഇരിക്കുന്ന അവസ്ഥയിലുണ്ടല്ലോ നമ്മളോട് തന്നെ ഒന്ന് നമ്മളെ സ്നേഹിക്കാൻ പറയണ്ട. രാജ്യം നമ്മള് മറ്റേ സജന മേഡം പറഞ്ഞ പോലെ നമ്മളെ കെട്ടിപ്പിടിക്കാനും നമ്മളൊന്ന് തലോടാനും, നമ്മളെ തന്നെ എന്തിനാ വല്ലോരടുത്ത് പിന്നാലെ പോയിട്ട് നമ്മുടെ സങ്കടം ഞാൻ ചെയ്ത് തെറ്റിപ്പോയി ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് കാല് പിടിക്കുന്നവരും പോട്ടെ എന്ന് നമ്മളോട് തന്നെ ഒന്ന് നെഞ്ചത്ത് തഴുകി പുറത്ത് തഴുകി, നീ പോട്ടെ, നീ വിഷമിക്കല്ലേ, നീ നല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയാ എന്നോട് പറഞ്ഞ പോലെ ഞാൻ എന്നോട് പറയണം. നിങ്ങളതൊന്ന് എഴുതി വെക്കി. ഞാനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഒരിക്കലും ഞാൻ വീണു പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കി. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും
വീണ് പോയാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊന്നും ഇങ്ങനെ വലിയ ബോക്സിലിട്ട് വെച്ചിട്ടില്ലേ, ഒരു 10 ദിവസം അടുപ്പിച്ച് എവിടെ വീണാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും, എവിടെ വീണാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഒരു 10 പ്രാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ വീഴാനായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇതൊന്നും വെറുതെ പറയണല്ലോ കേട്ടോ. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എൻകറേജ് ചെയ്യാം. നിന്റെ സത്യമല്ലേ നീ പറഞ്ഞത്, നിന്റെ മനസ്സിൽ തോന്നിയ കാര്യമല്ല നീ പറഞ്ഞത്, നിന്റെ മനസ്സിനെ ഫ്രീ ആക്കിയിട്ടല്ലേ നീ സംസാരിച്ചത്. സാരില്ല, ഇനിയിപ്പോ നമ്മളൊരാള് എന്താണ് നമ്മളെ ദേഷ്യപ്പെട്ടു, കുറ്റം പറഞ്ഞു, അതൊക്കെയാണല്ലോ നമ്മുടെ ബ്ലെയിം ചെയ്യുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താന്ന് പറഞ്ഞാൽ ചിലരുടെ ഹോബിയാണ്, മറ്റുള്ളവരെ ചീത്ത വിളിക്കാന്ന് പറഞ്ഞാൽ ചിലർ ഹോബിയാ. അതിന്റെ എന്താണ് ഇരയാവുന്നത് നമ്മളാണെങ്കിൽ അവരോട് അങ്ങോട്ട് ക്ഷമിച്ചേക്കാം. എന്തിനാ? നമ്മളെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ പലരും അങ്ങനത്തെ ആളുകളാണ്. പക്ഷെ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ക്ഷമിക്കും, പക്ഷെ നമ്മളോട് എന്താക്കില്ല, നമ്മളെ വളർത്തൂല, നമ്മൾ അവിടെ നിൽക്കും, അവിടെ നിന്ന് നമ്മൾ വളരൂല. നമ്മൾ മറ്റുള്ളവരെ ക്ഷമിച്ചിട്ട് അവരൊക്കെ സെറ്റാക്കും. എന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞൊരു ഇത്രയും സുന്ദരമായിട്ടുള്ള, ഇത്രയും അമൂല്യമായിട്ടുള്ള ഹൃദയമുള്ള, ഇത്രയും തങ്കപ്പെട്ട നമ്മളെ ക്രൂശിക്കാൻ നിൽക്കുക നമ്മൾ സ്വയം. ഞാൻ അങ്ങോട്ട് അനുഭവിക്കട്ടെ, ഞാൻ അങ്ങോട്ട് അനുഭവിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചുറ്റുള്ള ആളുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും തങ്കപ്പെട്ട മനസ്സുള്ള ആൾക്കാർ വേറെ ഉണ്ടാവോ? ആലോചിച്ച് നോക്കിയേ, ഉണ്ടാവില്ല. 100 വട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. നമ്മളെ പോലെ ശുദ്ധ മനസ്സുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും അത്രയ്ക്ക് മനസ്സുള്ള എത്ര പേരെ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റും? ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത ഒരാൾ. അപ്പൊ നമ്മൾ ഇത്രയും നല്ല വാല്യൂബിൾ ആയിട്ടുള്ള നമ്മളല്ലാണ്ട് വേറെ ആര് താങ്ങി നിർത്തും? അപ്പൊ ആ താങ്ങി നിർത്തലാണ് നമ്മളെ സെൽഫ് പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മള് എന്താ പറയാ, സെൽഫിനോട് നമ്മളോട് തന്നെ പറയുന്ന ആ ഒരു സംസാരം എപ്പോഴും പവർഫുൾ ആയിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മള് നെഗറ്റീവായിട്ട് പറയുന്ന വാക്കുകൾ എന്തായിരിക്കും? ഐ കാൺ ഡു ദിസ്, എനിക്ക് കഴിയൂല, ഞാൻ അത്ര പോരാ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും പറയുന്ന ആളുകൾ. ഞാനല്ല, മറ്റൊരു അടിപൊളിയാ, അവൾ അടിപൊളിയാ, ഇവൾ അടിപൊളിയാ. എന്ത് രസത്തിലാണ് ആദ്യം തന്നെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ ഇതിട്ടേക്കണ രാജി മാഡത്തിനൊക്കെ പറ്റൂ, എന്നെ കൊണ്ട് പറ്റൂല. എത്ര പേര് അങ്ങനെ ചിന്തിച്ച്? അശ്വതി ആദ്യം തന്നെ കൊണ്ടിട്ടിട്ടുണ്ട്, നല്ല ക്യാപ്ഷൻ ഒക്കെ ഇട്ടിട്ട്. എന്നെ കൊണ്ടൊന്നും പറ്റുന്നൊന്നുമില്ല, അവരൊക്കെ വലിയ പഠിപ്പിസ്റ്റുകൾ, ടീച്ചറും എഞ്ചിനീയറും ഒക്കെ. എത്ര പേര് അങ്ങനെ ചിന്തിച്ചു? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടല്ലേ ഞാനിവിടെ നിൽക്കണേ. നിങ്ങൾക്ക് ഒരു നിമിഷം ചിന്തിക്കുക, ഈ വിഷയങ്ങളില് നിങ്ങളെ സഹായിക്കാൻ ഈക്വൽ ആയിട്ട് ഒരാളോടും പാർഷ്യാലിറ്റി കാണിക്കാതെ. പക്ഷെ എനിക്ക് പാർഷ്യാലിറ്റി വരുന്നുണ്ട്. എന്താണെന്നറിയോ? അതെനിക്കറിയാം. എന്താണെന്നറിയില്ല. ഞാനിപ്പോ ഇന്ന് സത്യം പറയാലോ, സ്മിത മാഡത്തിന് അറിയാം. സ്മിത മാഡത്തിന്റെ വോയിസ് നിങ്ങൾ കേട്ടോ? വീഡിയോ നിങ്ങൾ കണ്ട? സത്യമായിട്ടും എനിക്ക് കരച്ചിലൊന്നും. ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു, പൊട്ടി കരഞ്ഞു. ഞാൻ വോയിസ് ഇടാൻ എനിക്ക് പറ്റാണ്ട് ഞാൻ ഇങ്ങനെ എങ്ങലടിച്ചിട്ടുള്ള ഒരു വോയിസ് വേണമെങ്കിൽ സ്മിത മാഡത്തിന് കിട്ടിയിട്ടുണ്ടാവും. എന്താണെന്നറിയോ? ഉള്ളിന്ന് ഒരു ആഗ്രഹമുണ്ട്, ഒരു സാധനം, അതിന്റെ ഒറിജിനാലിറ്റി നമ്മൾ പുറത്തേക്ക് കാണാൻ പറ്റുന്നു. ഒരാൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചിട്ട് ഒന്നുമില്ലാത്തടത്തുനിന്ന് കയറി വരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാളുടെ സംസാരത്തിന്റെ ഒരു സ്റ്റൈൽ നോക്കി അതിന്റെ ഇടയിൽ ഒരു വാക്കുകൾ പറയണേ. ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ആവാറായപ്പോഴത്തെ ഒരു വോയിസിൽ എന്തോ ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നിങ്ങളൊന്ന് കേട്ടോക്ക വോയിസ്. അപ്പൊ എനിക്ക് പാർഷ്യാലിറ്റി വരും. ആർക്കാണ് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം, അവരോട് എനിക്ക് സ്നേഹം കൂടും. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മനുഷ്യനല്ലേ. ഇത് എന്താണെന്നറിയോ? ഇത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് നമ്മൾക്ക്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഓരോരുത്തരോട് ഞാൻ എല്ലാവർക്കും ഞാൻ വോയിസ് ഇട്ടിട്ടില്ല, പക്ഷെ ചിലരോടൊക്കെ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ, അതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ സത്യമായിട്ട് ഞാൻ ആ നിമിഷം ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ? ഞാൻ തളരാൻ പാടില്ല. ഇതുപോലെ ആഗ്രഹിക്കുന്ന ആളുകളെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടെത്തിക്കാൻ പാകത്തിന് ഞാനിവിടെ ജീവനോടെ, ആരോഗ്യത്തോടെ, അത്രയും വലിയ ആവേശത്തോടെ ഇവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ഉറപ്പിക്കായിരുന്നു ഒരു സെക്കൻഡിൽ. എനിക്ക് പറ്റൂല എന്ന് പറയുന്ന സമയത്ത് എന്തേ എനിക്കൊന്ന് ശ്രമിച്ചൂടാ? മാറ്റി പിടിക്കണേ സാധനം. മനസ്സിലായോ? വേറൊരു കാര്യം പറയണം, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇനി ഞാൻ തോറ്റുപോകും, ഞാൻ ചെയ്താൽ ശരിയാകില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ എനിക്കൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തൂടെ? അങ്ങനെ, അതായത് നമ്മൾ ചിന്തിക്കണതിനെ ഒന്ന് മാറ്റി പിടിക്കാണ് കേട്ടോ. നിങ്ങൾ ഇനി ചിന്തിക്കും ഇതുപോലെ, എപ്പോഴൊക്കെ ചിന്തിക്കും? ഇനി ചിന്തിക്കാനേ പാടില്ല. നമുക്കൊരു അവസരം വരുന്ന സമയത്ത് ഞാൻ തോറ്റു പോകുമോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കല്ലേ, എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്തൂടെ എന്ന് ചിന്തിക്കാം. മാറ്റി ചിന്തിക്കാം. ഞാൻ അങ്ങനെ അത്ര കോൺഫിഡന്റ് അല്ല എന്ന് പറയുന്നിടത്ത് എത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകൾ തുടങ്ങിയത് നമ്മുടെ അതേ പൊസിഷനിൽ നിന്നല്ലേ, അല്ലേ? എല്ലാവരും തുടങ്ങണതിന് ഒരു തുടക്കമുണ്ട്. എല്ലാവരും പേടിയോട് കൂടിയിട്ടായിരിക്കും ആദ്യമായിട്ട് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകാം, ആദ്യമായിട്ട് ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാകാം, അല്ലെ? അപ്പൊ നമ്മള് കോൺഫിഡന്റ് അല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഓരോ ദിവസവും കോൺഫിഡന്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അതിലൊരാളാണ്.
അങ്ങനെ നമ്മൾ മാറ്റിപ്പിടിക്കുക. നമ്മുടെ ടോക്കിനെ, നെഗറ്റീവ് ടോക്കിനെ, സെൽഫ് ടോക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മറ്റുള്ളവരോട് പറയുന്നേക്കാളും ശക്തമായിട്ട് നമ്മളെ ബാധിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഇത്ര കാലം ചിലപ്പോൾ പലപ്പോഴും നമ്മൾക്ക് വലിയ ചിറകുകൾ ഏറി പോകാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ നമ്മളോട് പറയുന്ന നെഗറ്റീവ് ടോക്സ് ആയിരിക്കും. സീരിയസ്ലി നമ്മളൊന്ന് മാറ്റിപ്പിടിക്കണം. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ മൊത്തം ഇനി ഞാൻ നിങ്ങളോടൊരു ആക്ടിവിറ്റി പോലെ ഞാൻ ചോദിക്കാണ് കേട്ടോ. അതായത് ഒരു വലിയ നെഗറ്റീവ് തോട്ട് വന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് മനസ്സിൽ ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സന്ദർഭം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ? ഇപ്പൊ ഈ അടുത്ത സമയങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. ഭയങ്കര ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നെഗറ്റീവ് തോട്ട്, നെഗറ്റീവ് ടോക്സ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് സ്പോട്ടിൽ നമ്മൾ അത് ചിന്തിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാനുണ്ട് മാം. എന്തെങ്കിലും ഒന്ന് പറയേ, ഒന്ന്. അതായത് ഇത്രേ ഇരിക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങളുടെ ഈ ഒരു സ്റ്റോറി ചിലപ്പോ ഒരു പക്ഷെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ സ്റ്റോറി, ഒരു കാര്യം പറയും മാം. പിന്നെ ശരിക്കും പറഞ്ഞാല് മാമിന് അറിയാം ഹസ്ബൻഡിന്റെ കാര്യം. ചേട്ടൻ പെട്ടെന്ന് ഒരു ദിവസം വയ്യാണ്ട് വന്നു. പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ 180 ഡിഗ്രിയിലെ നമ്മുടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മക്കൾക്ക് രണ്ടുപേർക്കും. അപ്പൊ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം? ഫുള്ള് സ്റ്റക്കായി. ഫിജി കാർഡിൽ എനിക്ക് മീറ്റിങ്ങിന് കയറാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും എനർജി തന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിജി കാർഡായിരുന്നു. അപ്പൊ ഫിജി കാർഡിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് രാവിലത്തെ 7 AM അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാ രീതിയിലും ഞാൻ തീർന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഒരാഴ്ചയോളം ഞാൻ മൊത്തത്തിൽ എന്നെ തന്നെ ഞാൻ കൊട്ടി അടച്ചിട്ട് ഇനി ഞാനില്ല, ഇനി എൻ്റെ ഒരു ലൈഫ് വേറെ ഒരു ലൈഫാണ്, എനിക്കിനി ഒരിക്കലും പഴയ ഒരു സിന്ധു ആകാനൊന്നും പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഒരു 7 ദിവസത്തോളം ഞാൻ അങ്ങനെ ഇരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇല്ലില്ല, ഞാൻ അങ്ങനെ ഇരുന്നാൻ പറ്റത്തില്ല, ഞാൻ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളിലും ഞാൻ ആ ഒരു എന്താ പറയാ, എനിക്ക് പറ്റത്തില്ല എന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് ചേട്ടന്റെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും 7 AM ഞാൻ വൈകുന്നേരം BOPകളിലേക്കും ഗസ്റ്റ് ആയിട്ടും ഒക്കെ വന്ന് ഫസ്റ്റ് ഞാൻ അതിൽ തന്നെ ഞാൻ ഇതായി. അതിനുശേഷം ഞാൻ എൻ്റെ ഓഫീസിലെ മീറ്റിങ്ങുകളും എല്ലാം ഓൺലൈനിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ ഓൾ ഞാൻ നേരത്തേനേക്കാളും കുറച്ചും കൂടെ ഒരുങ്ങാനും എൻ്റെ ഹസ്ബൻഡിന്റെ മുമ്പിൽ ഞാൻ കുറച്ചും കൂടെ ഒരുങ്ങി നടക്കാനും കുറച്ചും കൂടെ ഫിറ്റ് ആയിട്ട് പോകാനും കുറച്ചും കൂടെ എൻ്റെ ഒരു എന്താ പറയാ, ഞാൻ കുറച്ചും കൂടെ പഴയ രീതിയിൽ ഞാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ ഞാൻ ഒരുങ്ങി നടക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, അതൊക്കെ ആ ഒരു ലെവലിലേക്ക് ഞാൻ കൊണ്ടുവരാനും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എൻ്റെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് ഞാൻ അതിൽ നിന്ന് പോസിറ്റീവ് ആകാനായിട്ട് എനിക്ക് ശരിക്കും കുറെ ബുദ്ധിമുട്ട് എടുത്തെങ്കിൽ പോലും ഞാൻ അതിൽ നിന്ന് ഞാൻ വന്നു. പക്ഷെ അത് വന്നപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഫാമിലിയിൽ ആ ഒരു പോസിറ്റീവ്നെസ് വന്നു. ഈവൻ ഹസ്ബൻഡിന്റെ ആ ഒരു അസുഖം പോലും നമുക്കൊരു 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനും പഴയ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും, മോളാണെങ്കിൽ പോലും നല്ല രീതിയിൽ. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച കാര്യങ്ങളല്ല, ദൈവം, പ്രാർത്ഥന, അത് വലിയൊരു കാര്യമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാം പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ. എൻ്റെ മോള് 90% എബോവ് മാർക്ക് മേടിക്കും എന്ന് ഞാൻ എഴുതി വെച്ചു. എൻ്റെ ഹസ്ബൻഡിന്റെ രോഗം പൂർണ്ണമായും ഭേദമാകുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇപ്പോഴും ചേട്ടന്റെ അതേ ഡയാലിസിസ് ആയിരുന്നു 9 മാസം. ഇന്നും ആ ഹോസ്പിറ്റലിൽ അതേ കാര്യങ്ങളോട് നിൽക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ ആ ഒരു സ്ഥലത്ത് നിന്ന് എന്റെ ഹസ്ബൻഡ് മാത്രം ഡയാലിസിസ് നിർത്തി. ഇന്ന് പ്രത്യേകിച്ച് ഒരു മെഡിസിൻ പോലും എടുക്കാതെ നേരത്തെയുള്ള ഷുഗറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനൊക്കെയുള്ള ഒരു കാര്യം. ആ ഒരു നെഗറ്റീവ് തോട്ടിൽ നിന്ന് പോസിറ്റീവ് തോട്ട്, ആ ചിന്താഗതി ഒരുപക്ഷെ ഞാൻ തന്നെയാണ് എന്റെ വീട്ടിലെ ആ പോസിറ്റീവ്നെസ്സിലേക്ക് എന്റെ വീടിനെ നിയന്ത്രിച്ചു കൊണ്ടുപോയത്. നമ്മളെപ്പോഴും അതൊരു പോസിറ്റീവ് ആക്കി നിർത്തിയത് എന്റെ ചിന്തയാണെന്ന് ഞാൻ ഇന്ന് വിചാരിക്കുന്നു. ഞാനും അതിന് സാക്ഷിയാണ് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യണ്. കുറെ ആളുകൾ അവിടെ നിന്ന് മരിച്ചു പോണ് അല്ലെ. അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു ശരിക്കും സാറിന്റെ അല്ലെ. നമുക്കത് ഭയങ്കര സന്തോഷം. നേരിട്ട് നമ്മളോട് സംസാരിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം അത് ശരിക്കും ഭയങ്കര ഒരു നെഗറ്റീവായിട്ടുള്ള ഇത്രയൊക്കെ വലിയ കൊടുങ്കാറ്റ് പോലെ ഒരു വീശിയ ഒരു സമയത്ത് ഇവിടെ അത്രയ്ക്കും സ്റ്റേൺ ആയിട്ടുള്ള നിന്നിട്ടുള്ള ഒരു പെൺ മനസ്സാണ് അവിടെ നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളത്. ജീവിതത്തിൽ നിന്നാണ് എടുത്ത് പറയണത്, വെറുതെ കഥ പറയണതല്ലത് അല്ലെ. അപ്പൊ ശരിക്കും ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അതേപോലെ നമ്മൾക്ക് അല്ലെ ഇനി നമ്മൾക്ക് 2 തരത്തിലാണ്. എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും സിന്ധു മാമിന്റെ കാര്യം. ഞാൻ അതുപോലെ പോയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. പറയ്. എനിക്ക് ഇപ്പൊ 2ാമത്തെ കുട്ടിക്ക് 8 മാസം ആവണ്. അപ്പൊ അവന് പ്രസവിക്കണേലും ഒരാഴ്ച മുന്നേ ഹസ്ബൻഡ് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവണത്. അത് കഴിഞ്ഞിട്ട് ഛർദി, ലൂസ് മോഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് അഡ്മിറ്റ് ആയി. അത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എന്താ പറയാ, അഡ്മിറ്റ് ആയി മാറിക്കഴിഞ്ഞ് ഡിസ്ചാർജ് ഒക്കെ ആവേണ്ട ഒരു ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വയറുവേദന വന്ന് സ്കാൻ ചെയ്തപ്പോ എന്തോ ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളുണ്ട്, CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയണത്, അതും എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അറിയണത് അപ്പൻഡിക്സ് പൊട്ടി ആകെ ഇൻഫെക്ഷൻ ആണ്.
അപ്പൻഡിക്സ് പൊട്ടി എന്ന് പറയുമ്പോ തന്നെ ഓൾമോസ്റ്റ് എന്താ പറയാ, പൊട്ടിക്കഴിഞ്ഞാൽ ആരും ജീവിക്കില്ല എന്ന് പറയും, അപ്പൊ തന്നെ മരിക്കും. അതങ്ങനെയാണ് അപ്പൻഡിക്സിന്റെ. പക്ഷെ ദൈവത്തിന്റെ ഒരു കൃപ എന്നൊക്കെ പറയുമ്പോ എന്റെ ചേട്ടൻ ഒന്നും പറ്റിയില്ല സത്യം പറയാം ഹസ്ബൻഡിന്. അപ്പൊ ഞാനാണെങ്കിൽ പ്രസവിക്കാനായിട്ട് എനിക്കൊരു എന്താ പറയാ ഒരാഴ്ചയുള്ളൂ, അതാണ് എന്റെ ഡെലിവറി. പക്ഷെ എനിക്ക് എന്നെ പിടിച്ചു നിർത്തിയത് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ശരിക്കും പറയും, ഞാൻ ഇപ്പോഴും പറയും, വേറെ ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി. പക്ഷെ ഞാനാണ് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ എല്ലാ കാര്യത്തിലും ഹോസ്പിറ്റലിൽ നിന്നതും. ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ, ദൈവമേ ഒന്നും വരത്തില്ല. അതായത് പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ആള്. ശരിക്കും ഈ അപ്പൻഡിക്സ് പൊട്ടി അത് പൊട്ടണതിന് മുന്നേ സർജറി ചെയ്യണം, കീ ഹോൾ സർജറിയാണ് ചെയ്യുക. ആൾക്ക് കീ ഹോൾ ചെയ്യാൻ പറ്റിയില്ല, ഓപ്പൺ സർജറി ചെയ്ത് 1 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂർ എടുത്തു സർജറിക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജൻ തന്നെ ഭയങ്കര ഇതായിരുന്നു. സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് ആകെ ഇൻഫെക്ഷൻ ആയിരുന്നു, കുടലൊക്കെ പൊട്ടിപ്പിടിച്ച് തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ശരിക്കും എന്താ പറയാ, ഞാൻ വേറെ ലോകത്ത് പോയിട്ട് തിരിച്ചു വന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതും എന്റെ ഈ ഒരു ഡെലിവറി സിറ്റുവേഷൻ. അത് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ഒരാൾക്ക് ഒരു സിറ്റുവേഷൻ കൊടുക്കല്ലേ. നമ്മൾ സാധാ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതും പ്രസവിക്കാനായിട്ട് ഒരു കൊച്ചു പുറത്തേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളി പോവാന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര ഒരു ബാഡ് സിറ്റുവേഷൻ ആണ്. പക്ഷെ ഞാൻ അവിടെ നിന്നൊക്കെ കയറി വന്നു എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ പറയാ, കുഴപ്പമില്ല, എല്ലാം ശരിയാവും, എല്ലാം ദൈവത്തിന്റെ അടുത്ത് കൊടുത്ത് ശരിയാവുന്നുള്ള സിറ്റുവേഷനിൽ കയറി വന്നു. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. എല്ലാവരും പറയും എങ്ങനെയാണ് തിരിച്ചു കിട്ടിയെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയും. അതുപോലൊരു സിറ്റുവേഷനിൽ നിന്നാണ് വന്നത്. അപ്പൊ എനിക്ക് സിന്ധു മാമിന്റെ കാര്യം ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ലൈഫിൽ ആ ഒരു കാര്യം നടന്നതുകൊണ്ട് തന്നെ. കൂൾ നമ്മള് ഇതിനൊക്കെ തരണം ചെയ്ത് മോനെ പ്രസവിച്ചു, കുഞ്ഞ് നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കണ്, ചേട്ടൻ നമ്മുടെ കൂടെ സുന്ദരമായിട്ട് നമ്മുടെ കൂടെ ജീവിക്കണ്, ദൈവം നമ്മൾ ഒരുപാട് അനുഗ്രഹിച്ചു ഇല്ലേ. നമ്മൾ താങ്ക് ഗോഡ് അല്ലെ, നല്ലൊരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയതിന് നന്നായിട്ട് ശ്വാസം വലിച്ചു വിട്ടോ. കാരണം നമുക്ക് ആവശ്യം അതാണ് അല്ലെ, നല്ലൊരു കാം. നിങ്ങൾ സേഫാണ്, കാമാണ്. ഇപ്പൊ നമ്മുടെ ബ്രെയിൻ വിചാരിക്കാണ് ജിൻസിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എന്തോ പ്രശ്നം ഉണ്ടല്ലോ, വാട്ട് ഹാപ്പനിങ്, ഇപ്പൊ എന്താണ് സംഭവിക്കണേ എന്നുള്ള ഒരു ചിന്തയിലാണ്. ശ്വാസം നന്നായിട്ട് എടുക്കുക, ബ്രെയിനെ കൂളാക്കുക. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. എല്ലാവരും നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മൾ കരച്ചിലോട് വിഷമത്തോടെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാണ് നമ്മൾ കരയാതെ നമ്മുടെ സങ്കടങ്ങളെ പറയാം. അതിനെയാണ് നമ്മൾ ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് കരയാതെ കാര്യം പറയാൻ പറ്റുന്ന വിധത്തിൽ എന്നാണോ നമ്മൾ മെന്റലി സ്ട്രോങ് ആവണേ, അതിനെയാണ് നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവണേ. അതാണ് നമ്മുടെ ഇന്നത്തെ ശരിക്കുള്ള ടോപ്പിക്. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഉള്ളീന്ന് പറയണം, ജിൻസി നീ ഇതൊക്കെ തരണം ചെയ്തില്ലേ, നീ ഇത് കരയാതെ പറയൂ എന്ന് ജിൻസിയോട് പറയാനായിട്ട്. മനസ്സിലായോ? ഇതാണ് ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആവുമ്പോൾ നമ്മൾക്ക് വരുന്ന മാറ്റം. പല ആളുകളും തല്ലുപിടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കരഞ്ഞോണ്ട് നമ്മൾ സംസാരിക്കുക, കരയാതെയും കാര്യം പറഞ്ഞൂടെ. നമ്മുടെ സ്ട്രെങ്ത് എവിടെയാ കാണാൻ? ശരിക്കും നെഞ്ചത്തടിച്ച് നോല്ലൊളിച്ചിട്ട് പൊളിച്ച് അടക്കോടെ നമുക്ക് ദേഷ്യം വലിച്ചെറിഞ്ഞു, അതെടുത്തെറിഞ്ഞു, ഇതെടുത്തെറിഞ്ഞു. ഇല്ലാത്തൊരു ഞാനും കൂടി ഉണ്ട് ഇതിനകത്ത്. ഇതിലൊന്നും ഞാൻ പുറത്തായിട്ടില്ല, ഞാൻ ഓൺ ദ വേ ആണ്. ഞാൻ ഇതിന്റെ അപ്പുറം ഇട്ടിക്കും. ഞാൻ ആദ്യം തന്നെ സാധനം കയ്യിലെടുത്തിട്ട് അപ്പൊ സ്വബോധം എറിഞ്ഞാ പൊട്ടും, കാര്യമില്ല. ഇതിങ്ങനെ പിടിച്ചിട്ട് എറിഞ്ഞാ പൊട്ടും എന്നുള്ള നല്ല ബോധ്യമുണ്ട്. പിന്നെ കൂടുതലുള്ള ആൾക്കാരെ ഇതാക്കൂലേ. ഈ പറഞ്ഞ പോലെ ഞാൻ പറയാം, ഞാനിപ്പോ ഈ പെൻ എഴുതിക്കൊണ്ടിരിക്കും. ഒരു പെന്നിന് 6.50 കേട്ടോ ദിർഹം. ഭയങ്കര തിക്കായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, എഴുതിയത് നമുക്കൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക കുറേ ദിവസങ്ങളായിട്ട്. ഞാൻ ഏകദേശം ഒരു വലിയ ഡയറി ഹാഫായി, വേറൊരു ഡയറി അതും ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണ് 3-4 കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്നോട് നീ ഇത് തിന്നാണോ എന്നോട് ഞാൻ ചോദിച്ചു. ഇന്നതേ ഒരു പെണ്ണ് അവസാനിച്ച് അടുത്തത് എടുക്കാണ്, രണ്ട് പെണ്ണ് വെച്ചിട്ട് മേടിക്കണേ. അപ്പൊ നീ ഇത് തിന്നാണോ? ഞാൻ പറഞ്ഞു എടോ ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുകയാണ്, ഞാൻ വളരാണ് എന്ന് പറഞ്ഞപ്പോ അവർ നീ നല്ല ബ്രില്യന്റ് ആടിയാ പറയാ. ആയിരുന്നു, അതൊക്കെ പോയി, ഒക്കെ ചത്ത് അങ്ങനെ പറഞ്ഞു. അപ്പൊ നീ ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടോ, അതൊക്കെ സെറ്റ് ആവില്ലേ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ എന്റെ ഉള്ളിൽ ഞാൻ പിടിക്കുക എന്നുള്ള നല്ല ചിന്ത എനിക്കുണ്ട്. പിന്നെ നിങ്ങളെങ്ങനെ അല്ലാണ്ട് വേറെ ഏത് രീതിയിൽ എനിക്ക് ഉപദ്രവിക്കാൻ പറ്റുക? അതാണ് ഞാൻ ഇപ്പൊ പറയുന്ന ഒരു കാര്യം. എന്റെ മനസ്സിൽ ഞാൻ അപ്പൊ സ്പോട്ടിൽ അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. നെഗറ്റീവ് ടോക്സിനെ എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റാന്ന് എഴുതിക്കൊണ്ടിരിക്കണം. ഞാൻ തന്നെ പറയാം അതൊക്കെ ചത്ത്. അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ പറയും എന്തുട്ടിനെ ഞാൻ ഈ കഷ്ടപ്പെട്ടിരുന്ന് എഴുതുന്നത്, ഞാൻ പറയണ വാക്കുപോലും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇമോഷൻസിനെ, അതായത് സങ്കടം, ദേഷ്യം, ഓവറായിട്ടുള്ള സന്തോഷം, ഒരു ജാതി എക്സൈറ്റ്മെന്റ് ഒന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഉള്ളി കിടക്കട്ടെ. അതായത് എക്സൈറ്റ്മെന്റിൽ സന്തോഷിക്കണ്ടെന്നല്ല ഞാൻ പറയണേ, സങ്കടം വരുമ്പോ കരയണ്ടെന്നല്ല ഞാൻ പറയണേ. മനസ്സിലായോ ജിൻസി? വ്യത്യാസം മനസ്സിലാവണില്ലേ? ആ റിലാക്സ്. സിറ്റുവേഷനില് ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് കാണിക്കണില്ല, പുറത്ത് കരയണില്ല. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ എങ്ങനെയാണ് പോണേന്നുള്ളത്. ആളുടെ സിറ്റുവേഷൻ പുറത്ത് ആർക്കും അറിയില്ല. അമ്മയുണ്ട്, എന്റെ വീട്ടുകാരുണ്ട്, ആർക്കും അറിയില്ല. ഇത്രയും ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ പോയിട്ടാണ് ആൾ തിരിച്ചു വരുന്നത്. പക്ഷെ ഇവിടെ പുറത്ത് ആർക്കും അറിയില്ല. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അവിടെ വീഴും. അപ്പൊ ഞാനിങ്ങനെ
ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, സർജറി എല്ലാം ശരിയാവും. അങ്ങനെ ഒരു മൈൻഡിലാണ് ഞാൻ അവിടെ പോയത്. പക്ഷെ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇമോഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ഇത് നമ്മളുടെ കുടുംബമാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് അതാ പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞ കാര്യ. ഓരോ സിറ്റുവേഷൻസ് ഓരോരുത്തർക്ക്, അതായത് വിദേശത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. നിന്നെ സംബന്ധിച്ച് ഒട്ടും അത് കുറവെന്നല്ലാട്ടാ ഞാൻ പറയണത്. വിദേശത്ത് 2 മക്കള് പഠിച്ചുകൊണ്ടിരിക്കണ, ആരും പറക്കാറായിട്ടില്ല. ഭർത്താവിന്റെ ജോലി പോയിട്ട് 180 ഡിഗ്രിയിൽ തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ ആയി തിരിയാന്നാണ് പറയണത്. മനസ്സിലായ? നിന്നടുത്തുനിന്ന് തിരിയാന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ സിറ്റുവേഷൻ മാറുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. അതാണ് വിദേശത്തെ UAE-ലൊക്കെ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു കിണറ്റിന്ന് പോയിട്ട് വെള്ളം കുടിക്കാൻ റേഷൻ അരി വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എപ്പോഴും പറയാറുള്ളതാ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചികിത്സയ്ക്ക് അല്ലെ സിന്ധു മാം എത്ര വാതിലുകൾ മുട്ടിയെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ ആ സമയത്ത് കടന്നു പോയി. ഇപ്പൊ അത് മേഡം പറയുമ്പോ എത്രത്തോളം കൂളായിട്ട് അതിനെ പറയണു. അത്രയ്ക്കും ഇമോഷണലി അവര് കുറെ എന്താ പറയാ സ്ട്രെങ്ത് ജീവിതാനുഭവം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതിന്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വേദന എത്രത്തോളം ആഴത്തിലാന്ന് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് പോകേണ്ട വഴി അതിലേക്കൊന്ന് നമ്മൾ എങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നുള്ളത് മാത്രമാണ് കേട്ടോ ഞാൻ പറയണത്. നമ്മള് എന്താ പറയാ നല്ലോണം കരയണവരും നല്ലോണം ചിരിക്കണവരും സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമാണ് സത്യത്തിൽ വലിയ വിജയം നേടുന്നത് അല്ലെ. അവർക്കുള്ളിലാണ് ശരിക്കും ആത്മാർത്ഥത ഉള്ളത്. പക്ഷെ നമ്മൾ സക്സസിലേക്ക് പോകുമ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഈ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെറു മനസ്സ് പറ്റൂല. നമ്മളൊന്ന് കുറച്ചും കൂടി വേറൊരു ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെ ബോൾഡ് ആക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ നമ്മൾ ഒരുപാട് ആളുകളെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളെ നമ്മൾ എന്താക്കണം, നമ്മൾ കുറച്ചും കൂടി ശക്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടി നമ്മൾ ഇതിനെ കാണണം. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ആൻസി മാം എന്റെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം 2 വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. പറയ് എന്റെ ഒരു പറയ് പറയ്. ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവാതെ ഒരു കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തി നമ്മളെ അടുത്ത് നെഗറ്റീവ് പറയുമ്പോൾ എനിക്കതിനെ സക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു ഒത്തിരി കടം ഉണ്ടായപ്പോൾ ആ കടത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ലാണ്ട് വരുമ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അതിന് ഏത് അറ്റം വരെയും പോകും എന്ന ആ ഒരു ഉറച്ചൊരു തീരുമാനം ഞാൻ എടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. എന്റെ കടങ്ങളെ വീട്ടാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരിയെങ്കിലും കുറച്ചെങ്കിലും കുറയ്ക്കാനായിട്ട് സാധിച്ചത് എന്റെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പവറാണ്. ഒരാളും സപ്പോർട്ടിങ് ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഒത്തിരി അറിവ് അത് ഉണ്ടായിട്ടല്ല. ഉറപ്പല്ലേ ആൻസി ആരും മാഡം? അത് ഉറപ്പാണ്. കാരണം നമുക്കറിയാലോ, അതായത് ഭർത്താവും മകളും നാട്ടില് ഈ പുറത്ത് പോയിട്ട് ജോബ് ചെയ്യണ അവരുടെ ഉള്ളെന്തായിരിക്കും എന്നുള്ളത് അതൊക്കെ നമുക്കിങ്ങനെ എന്താ പറയാ എങ്ങനെയാ അതിനെ എന്താ പറയാ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ. അതിന്റെ എത്രത്തോളം അതിന്റെ ആവി ഉണ്ടല്ലോ, ആവി അതിന്ന് വരുന്നൊരു ചൂടാവി ഉണ്ട്. ആ സാധനം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് നമ്മൾ പറയണ്ട. ഈ കൂട്ടത്തിൽ ഇരിക്കണ എല്ലാവർക്കും എന്തോ സംതിങ് സ്പെഷ്യൽ ആണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു സക്സസ് ആവേണ്ട ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ ദൈവം നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പ്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും സ്പെഷ്യലാണ്. എല്ലാവർക്കും ഉണ്ട് സ്പെഷ്യാലിറ്റി. എല്ലാവരെയും ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആളുകളെ എനിക്ക് ആഴത്തിൽ അറിയാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ ഒരുപാട് ആളുകളെ അത്രയ്ക്കും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും എന്തോ സംതിങ് സ്പെഷ്യൽ ആണ്. ഉറപ്പിച്ചോ നിങ്ങള്. നമ്മൾ പോകേണ്ട വഴിയും സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്പെഷ്യൽ ആണെങ്കിൽ നമ്മൾ പോകേണ്ട വഴിയും സ്പെഷ്യൽ ആണ്. അത് ദൈവം കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് തിരിയുക, നടക്കുക, അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക, അതിനുവേണ്ടി കുറച്ച് ചീത്ത കൊള്ളുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ ദൈവം സന്തോഷിക്കണം ചെയ്യുക. അവൾക്ക് വേണ്ടി വരച്ച് വെച്ച വരയിലേക്ക് എത്താൻ വേണ്ടി അവൾ എടുക്കുന്ന ശ്രമം നോക്കി കുറച്ചും കൂടി കൊടുക്കുക അവൾക്ക് നല്ലത്. ഇതൊക്കെ ശരിക്കും ഞാൻ പറയില്ല, എനിക്ക് ഇതൊക്കെ കഥ പറയണ പോലെ പറയാനുണ്ട് കുറേ കാര്യങ്ങൾ. പക്ഷെ പലതും എല്ലാതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മറ്റുള്ളവരോട് റെസ്പോണ്ട് ചെയ്യണേക്കാൾ മുൻപ് അത് ആലോചിക്കുക. ഇപ്പൊ ഒരു നിമിഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാൻ മുമ്പ് ശ്വാസം ഒന്ന് എടുത്തു, ഐ എം സേഫ് എന്ന് നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ കാര്യം പറയണം നമ്മൾ. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് എന്താണ് അതിനെ ആ ഒരു ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. മനസ്സിലായോ? ഈ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കുറെ കാര്യങ്ങൾ നമുക്ക് എന്താണ് നമ്മളോട് തന്നെ എപ്പോഴും കനിവോടുകൂടി നമ്മളോട് സംസാരിക്കാനാ പറയണേ. കൈൻഡായിട്ട്. നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്തി നമ്മൾ സംസാരിക്കരുത്. നമ്മൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നമ്മൾ കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരത്തെ നമ്മുടെ മാനസികാവസ്ഥ അത് നമുക്ക് ശരിയായിരുന്നു. പല കാരണങ്ങളുണ്ടായിരുന്നു അതിന്. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ എപ്പോഴൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിന് നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ന്യായം നമ്മളോടുണ്ടായിരുന്നു. പുറത്ത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ തെറി വിളിക്കും, അത് വേറെ. പുറത്ത് ആളുകൾ ഇത് ചെയ്യുന്നത് അവൾക്ക് എന്തിന്റെ കേടാണ് അങ്ങനെ പറയും. പക്ഷെ നമുക്കൊരു ശരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും അതല്ലായിരുന്നു നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്ന് തിരിച്ചറിയണ സമയമാകുമ്പോൾ നമ്മൾ എന്താ പറയുക, കുറ്റബോധം കൊണ്ട് പല ആളുകളും ആത്മഹത്യ വരെ ചെയ്യണത് സ്വയം സ്നേഹമില്ലാത്തതുകൊണ്ടാ.
നമ്മൾ ഒരിക്കലും നമ്മളോട് കനിവില്ലാതെ നമ്മളോട് സംസാരിക്കരുത് എന്നാ പറയണേ. സെൽഫ് ടോക്ക് ഞാൻ പറയില്ല, ഇത്രയും തങ്കപ്പെട്ട ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നണേ, ഇത്രയും പ്യുവർ സോൾ ആയിട്ടുള്ള നമ്മള്, അപ്പൊ കുറച്ചും കൂടിയും അതിനൊരു സീരിയസ്നെസ് തോന്നില്ലേ? പ്യുവർ ആയിട്ടുള്ള സോള് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെക്കാളും ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഹാർട്ടുള്ള സോളുള്ള ഒരാള് നമ്മുടെ ചുറ്റുവട്ടത്തില്ല. അപ്പൊ നമ്മളോട് എത്രമാത്രം നമ്മൾ കനിവ് കാണിക്കണം എന്നുള്ള കാര്യമൊന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്രയും കൈൻഡ് ആയിട്ട് നമ്മളോട് ഡീൽ ചെയ്യണം. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കുള്ള വഴി തന്നെ വരും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾ നമ്മൾ ആശ്വസിപ്പിക്കണം എന്ന് ആഗ്രഹിക്കണ്ട. എന്തിനാ അതിന്റെ ആവശ്യം? വേറൊരാൾക്ക് നമ്മൾ ആശ്വസിക്കാൻ പറ്റില്ല, കാരണം നമ്മളെ പൂർണ്ണമായിട്ട് അറിയണതായിരിക്കാം നമുക്കും ദൈവത്തിനും മാത്രം. അപ്പൊ പിന്നെ എങ്ങനെയാ മറ്റുള്ള ഒരാൾക്ക് നമ്മൾ ആശ്വസിപ്പിക്കാൻ പറ്റുക? നമ്മൾ ആശ്വസിപ്പിക്കാൻ ദൈവത്തിനല്ലാണ്ട് വേറെ ഒരാൾക്കും പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും, എനിക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരോട് എനിക്ക് സമാധാനം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ പെട്ടെന്ന് അവരെ ഒഴിവാക്കും. കാരണം എനിക്ക് പറയാനുള്ളത്, നമുക്ക് മരണം നമ്മുടെ കൺട്രോളിലല്ല എന്നും ജനനം നമ്മുടെ കൺട്രോളിലല്ല എന്നും ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് എന്ന് പറ്റണോ? ആ ഒരു വിധി അതിൽ നിന്നാണ് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റണോ? അവർക്ക് നമ്മളോടുള്ള കാരുണ്യം ഈ ലോകത്ത് ഒരാൾക്കും ഇല്ല എന്ന് എന്നാണ് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണോ? അന്ന് തൊട്ട് നമുക്ക് സമാധാനം കിട്ടും. ഈ ലോകം ഇങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെ വരും, വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, അതിനൊക്കെ നമ്മൾ മറികടക്കണം. അതിനൊക്കെ ദൈവം നമുക്ക്, യൂണിവേഴ്സ് നമ്മളെ കൂടെ നിൽക്കും എന്നൊക്കെ ഒരു തോട്ട് വരുന്ന സമയം തൊട്ട് ഈ ലോകത്ത് ഒരാളെയും എന്ത് ചെയ്യാൻ പറ്റില്ല, തകർക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നമുക്ക് ഒരു വല്ലാത്ത വേദന വരുന്ന സമയത്ത് വല്ലാത്ത പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ചിലപ്പോ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ഈ മീറ്റിംഗിൽ ഉണ്ടാകാം അല്ലെ? അവര് അതിനെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷെ ഈ മീറ്റിംഗിൽ പോലും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ 3 കാര്യങ്ങൾ എഴുതി വെക്കാം. ഈ ഒരു വികാരത്തിനേക്കാളും ഞാൻ സ്ട്രോങ് ആണ്. ഒന്നാമത്തെ കാര്യം അതാ. ഈ ഒരു നിമിഷം കടന്നു പോയിട്ട് ഭയങ്കര സന്തോഷം വരാനുണ്ട്. ഇപ്പൊ ഈ നിൽക്കുന്ന അവസ്ഥ ഒന്നല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇത് വഴിയല്ലല്ലോ ഡെസ്റ്റിനേഷൻ ഒരിക്കലും. മനസ്സിലായോ? അപ്പോ ഈ വഴി എന്താണ്, ഇത് ഈ ഒരു അവസ്ഥ മാറിയിട്ട് വലിയൊരു സന്തോഷം വരാനുണ്ട്. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നതിന് പകരം എന്റെ മനസ്സിൽ സമാധാനം ഞാൻ കൊണ്ടുവരും. ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും, നമ്മൾക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മളോട് തന്നെ പറഞ്ഞാൽ, ഇത് എഴുതി വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയണം. ഐ ആം ഇനഫ്, ഞാൻ മതി, വേറൊരാളും വേണ്ട, എനിക്ക് ഞാൻ മതി എന്നുള്ള ഒരു സംഭവം. ദൈവം വേണം. അങ്ങനെ ഒരു ഞാൻ ഐ ആം ഇനഫ് എന്ന് വലുതാക്കി എവിടെയെങ്കിലൊക്കെ കറകുറ പോലെ ഇങ്ങനെ കട്ടിയിൽ എഴുതണം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതണം. ഞാൻ മതി, ഞാൻ മതി, ഞാൻ മതി, ഒരാളുടെയും ആവശ്യം എനിക്ക് വേണ്ടാന്ന് സ്വയം നമ്മുടെ മനസ്സിനോട് പറയാം. ഈ പറയുന്ന ആളുകൾക്കൊന്നും നമ്മളെ രക്ഷപ്പെടുത്താനോ അവരെ രക്ഷപ്പെടുത്താൻ നമുക്കോ പറ്റില്ല. ഇതെല്ലാവരും നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് അല്ലേ? നമുക്കൊരു ജീവിതം പറഞ്ഞിട്ടുള്ള ഒരാളും ഒരാളുടെ കാര്യത്തിലും ഇടപെടാൻ വരാൻ പാടില്ല. നമ്മൾ ഇടപെടാൻ പോകണ്ട. ഒരാളുടെ ലൈഫും തീരുമാനിക്കേണ്ടത്, ഒരാളുടെ ഇഷ്ടങ്ങളെ ഹനിക്കണതൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നതിനനുസരിച്ച് ചുറ്റുള്ള ആളുകളും പെർഫെക്റ്റ് ആയിട്ട് വരുന്നേ. നമ്മളിങ്ങനെയാണ് ചിന്ത, നമ്മുടെ ചിന്ത ഇതാണ്. എന്തിനാ മറ്റുള്ള ആളുകളുടെ ഇഷ്ടങ്ങൾ ഹനിക്കണേ? ഒരാളുടെ ഇഷ്ടത്തിന് എന്തിനാ എതിർക്കണേ? അത് അയാളുടെ ജീവിതമല്ലേ, അയാൾക്ക് ദൈവം കൊടുത്ത ജീവിതമല്ലേ. ആർക്കെങ്കിലും നമ്മൾ അടിമ ആയിട്ട് കൊടുത്തിട്ടുണ്ടാ? നമ്മുടെ ജീവിതം ഒരാൾക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്ന് കരുതി സമാധാനം നഷ്ടപ്പെടുത്തണമെന്നോ ജീവിതാന്തരീക്ഷം നഷ്ടപ്പെടുത്തണമെന്നോ ഒന്നും ഇതിനർത്ഥമുണ്ടോ? ഇല്ല. ജീവിതം ഏറ്റവും സുന്ദരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഉള്ളിലൊക്കെ എത്ര തരത്തിലുള്ള നെഗറ്റിവിറ്റിയോ എത്ര വലിയ പ്രശ്നങ്ങളോ ഉണ്ടെന്ന് ചുറ്റുള്ള ആളുകൾക്ക് അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ലൈഫാണ് നമ്മൾ ജീവിക്കണേ? അത് തുറന്നു പറയാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ലൈഫ് തിരിച്ചു പിടിക്കും? ഞാൻ ലൈഫ് തിരിച്ചു പിടിച്ചത് ഞാൻ തുറന്നു പറഞ്ഞിട്ടാ. ഇതാണ് എന്റെ പ്രശ്നം, ഇതാണ് എന്റെ പ്രശ്നം, ഇതാണ് എന്റെ പ്രശ്നം, ഇതാണ് എന്റെ പ്രശ്നം, ഇതെനിക്ക് പ്രശ്നമാണ്. ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ആഗ്രഹിച്ചത് എന്റെ സ്വപ്നം ആണെന്നു. എന്റെ സ്വപ്നത്തിൽ എന്റെ കുടുംബം ഉണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മൾ തുറന്ന് സംസാരിക്കണം. നമ്മുടെ മനസ്സിലുള്ളതൊന്നും ഇങ്ങനെ കൃത്രിമമായിട്ട് കണ്ടുപിടിക്കാനൊന്നും ഒരാൾക്കും കഴിവ് ദൈവം കൊടുത്തിട്ടില്ല. വായ തുറന്ന് സംസാരിക്കണം എന്ന് ചുറ്റുള്ള ആൾക്കാരോട്. എന്നാലും അവർക്ക് നമ്മളെ ഫീലിംഗ് മനസ്സിലാവുള്ളൂ. നമ്മളിത് സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്താ? നമ്മൾ സ്വയം ശിക്ഷിക്കണം, മറ്റുള്ളവരെ ശിക്ഷിക്കണം അല്ലാന്ന് പറയാൻ പറ്റും? നമ്മൾ മറ്റുള്ളവരും കൂടി ശിക്ഷിക്കുക. കാരണം നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണ്, നമ്മളെല്ലാം സഹിക്കണ്, ക്ഷമിക്കണ്. എല്ലാവരോടും ആരോടൊക്കെ ഇത് സ്പെഷ്യലായിട്ട് പറയണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇല്ലേ? പക്ഷെ നമ്മൾ എന്ന് തുറന്ന് പറയാതിരിക്കണോ? എങ്ങനെ അവർക്ക് നമ്മുടെ ഫീലിംഗ് മനസ്സിലാവും? നാളെ ഒരു ദിവസം നമ്മൾ പൊട്ടിത്തെറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അവർക്കും ഷോക്കാ, നമുക്കും പ്രശ്നം. എന്തിനാ അങ്ങനെ? നമ്മൾ എന്താന്നുള്ളത് പയ്യെ പറയാനുള്ള ധൈര്യമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതുണ്ടാവും. അത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ അത് നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വരും. വിശ്വസിക്കും, ഉറപ്പായിട്ടും അങ്ങനെ വരുള്ളൂ. ഇപ്പൊ ഇതൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഇതെന്താണ് പറയുന്നത്, എനിക്ക് ഒരു പിടിയും കിട്ടണല്ലോ. നമ്മൾ സ്വയം എൻകറേജ് ചെയ്യാന്ന് പറയണത് ഒരു സ്കില്ലാക്കി എടുക്കുക. ഈ സ്കില്ല് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്?
ഞാൻ എന്നെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കും, ഭയങ്കര പ്രശ്നകാരിയാ സത്യത്തില്. പക്ഷെ ഞാൻ എന്നെ കുറിച്ചിട്ട് ആ സമയത്ത് ഈ ഇടി ഉണ്ടാക്കുന്ന സമയത്തും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്തും എനിക്ക് എന്നോട് തന്നെ ഭയങ്കര സ്നേഹമാണ്. സത്യം പറയാലോ, എനിക്ക് ദേഷ്യമൊന്നുമല്ല എൻ്റെ ഉള്ളിൽ ഉള്ള കാര്യം ഞാൻ പറയണേ. എനിക്ക് ഈ സാധനം ഉണ്ടല്ലോ, എന്റെ സെൽഫ് എൻകറേജ്മെന്റ്, ഞാനിത് പ്രകടിപ്പിക്കുന്നത് വെറും ആക്ടിങ് ആണ്, സത്യമായിട്ടും ആക്ടിങ് ആണ്. ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കാണിക്കണം എന്ന് എന്റെ മനസ്സിനെ ഞാൻ പറഞ്ഞിട്ട് ഇതൊരു സ്കില്ല് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുക. എനിക്ക് ഇത്രയ്ക്ക് കലിപ്പുണ്ട് എന്ന് കാണിക്കാണ് സംഭവം. എൻ്റെ ഉള്ളിൽ ഒരു കലിപ്പില്ല, എനിക്കിത് കാണിച്ചാലേ ഇത് മറ്റുള്ള ആളുകൾക്ക് അറിയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്ത് കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. സ്വന്തമായിട്ട് നമ്മളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, സ്വയം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. ആ കഴിവിനെ വളർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതാണ് നമ്മളെ എത്തിക്കേണ്ടോടത്ത് എത്തിക്കുള്ളൂ. സെൽഫ് എൻകറേജ്മെന്റ്, അതിൽ നമുക്ക് നമ്മളോട് ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാവില്ല കേട്ടാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എടുത്തെറിയുന്നുണ്ടെങ്കിൽ മനസ്സിൽ നീ അത് ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ അങ്ങോട്ട് കൊടുക്കടാ, നീ കൊടുക്കുക ഇതും പറഞ്ഞ നമ്മൾ ഇന്നസെന്റിന്റെ സ്റ്റൈലില് ഒന്ന് നമ്മളോട് തന്നെ പറഞ്ഞിട്ട് അതങ്ങോട്ട് കൊടുക്കുക. അതിനൊരു ആഫ്റ്റർ എഫക്ട്സ് വരാൻ പോണില്ല, ഏത് മോശമായിട്ടുള്ള ഒരു പ്രശ്നം വരാൻ പോലും അതിൽ നിന്ന് ഭയങ്കര നന്മകളൊക്കെ വരും. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുത്ത് ചാടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം മറിയും എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, സന്തോഷമായിട്ടുള്ള ജീവിതം, എന്നിട്ട് വേണം നമുക്ക് വിജയം നേടാൻ. പക്ഷെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെ പയ്യെ 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 ഇത് ട്രീറ്റ് ചെയ്തിട്ട് ഹീൽ ചെയ്തിട്ട്, അതായത് ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കച്ചറക്കി കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് തുന്നി ചേർത്തിട്ട് സെറ്റ് ആക്കാം നമുക്ക്. നിങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മളെ തകർക്കാൻ ആർക്കും പറ്റില്ല. നമ്മളെ ഇമോഷണൽ സ്ട്രെങ്ത് ഡെയിലി കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ സ്വയം ഞാൻ ഓക്കെയാണ്, ഞാൻ ഇനഫാണ്, ഞാൻ സെറ്റാണ്, എന്നെ ഞാൻ സൂപ്പർ ആക്കും എന്നൊക്കെയുള്ള ഈ സെൽഫ് ടോക്ക് ഡെയിലി ബേസിസിൽ ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ല, ചുറ്റുള്ള ആൾക്കാരൊക്കെ എന്നോട് അതുപോലെ പറയുന്ന ഒരവസ്ഥ. അതുവരെ നിനക്കൊണ്ട് ഞാനായിട്ടല്ലോ നമ്മളിങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തുക, ചീത്ത വിളിക്കുക, അപമാനിക്കുക, ഇതൊരു ശീലമായിക്കൊണ്ടിരിക്കണടുത്തുനിന്ന് നമ്മൾ മാറ്റിപ്പിടിക്കുന്നു. നീയാണ്ടി സൂപ്പർ, നീയാണ് പൊളിയാണ്, അടിപൊളിയാണ്, നീ സെറ്റാണ്, നീ ഇങ്ങനെയാണ്, നീ നമ്മളിങ്ങനെ സെൽഫ് ടോക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടല്ലോ ചുറ്റുള്ള ആളുകൾക്ക് എന്തോ സംഭവിക്കണം പോലത്തെ ഒരു ഫീൽ. സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ. ദൈവത്തെ പേടിക്കുന്ന ആളുകളെ ചുറ്റുള്ള ആളുകൾ പേടിക്കും. ഈ സാധനം ഞാൻ എവിടെയോ വായിച്ചു, ഇതൊരു സൈക്കോളജിക്കൽ സംഭവമാണ്. ദൈവത്തെ പേടിക്കുന്ന ആളുകളെ, അതായത് എനിക്ക് ദൈവത്തിനെ പേടിയാ. എന്തിനാ പേടി? എനിക്ക് ഇഷ്ടം കൂടുതലോട്ടുള്ള പേടിയാ. അയ്യോ പിണങ്ങോ, ദേഷ്യപ്പെടോ, വിഷമോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ, ഞാൻ നല്ലതായില്ലെങ്കിൽ, അങ്ങനത്തെ ഇഷ്ടം കൂടുതലോണ്ട് നമുക്ക് വരുന്ന ഒരു പേടിയില്ലേ, അതാണ് ഈ ഗോഡ് ഫിയറിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിത് യഥാർത്ഥത്തിൽ ഈ ഒരു ദൈവത്തിനോടുള്ള ഒരു അടുപ്പം, ആത്മീയമായിട്ടുള്ള ഒരു സുഖം, അതിന്റെ ഒരു ലഹരി, ഇതൊക്കെ അനുഭവിച്ചു തുടങ്ങിയപ്പം കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു മനസ്സിനൊരു, നമ്മുടെ ആത്മാവിന് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ശരീരത്തിൽ എന്ത് സുഖം കിട്ടിയാലേ കുറച്ച് നേരത്തേക്ക് ഉള്ളൂ കേട്ടോ. ആത്മാവിന്റെ സുഖം നിങ്ങളൊന്ന് അറിയണം. ഈ പരമാത്മാവിനെ തിരിച്ചറിയണ ഒരു സുഖം നമ്മൾ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇതാണ് മനുഷ്യന്മാരിങ്ങനെ അന്തം വിട്ട് നടക്കണ കണ്ടിട്ടില്ലേ, ഭ്രാന്തന്മാരെ പോലെ. ഈ ലോകമൊന്നും ഒന്നല്ല, അതിനേക്കാളും സുഖം കിട്ടുന്ന ഒരു സാധനം ഉണ്ട്. ആ പരമാത്മാവിനെ തിരിച്ചറിയാൻ പറ്റണം. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു 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 പീക്ക് പോയിന്റിലേക്ക് നമ്മൾ എത്തും. എപ്പോഴാണെന്നറിയോ? ഈ ഇടാകൂടങ്ങളിൽ നിന്നും ഈ ടവട്ടത്തിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറണം. ഇതൊന്നും നമ്മളെ എഫക്ട് ചെയ്യണില്ല എന്ന് തോന്നണ സമയം തൊട്ട് ഈ ദൈവത്തിനെ പേടിക്കുന്ന ആളുകളെ ചുറ്റുള്ളവർ പേടിക്കുന്ന പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞ സമയത്ത് നമുക്കൊരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ട്, നമ്മൾ ചെയ്യണം ശരിയാണെന്നുള്ളത്. ദൈവം കാണുന്നുണ്ടല്ലോ, ആ കിട്ടിക്കോളും. അപ്പൊ ചുറ്റുള്ള ആൾക്കാർക്ക് ചുറ്റുള്ള ആളുകളുടെ ഉള്ളിൽ ദൈവം ഭയം ഇടും എന്നുള്ളതാ ഷുവറായിട്ടുള്ള കാര്യമാണ്, അനുഭവത്തിലുള്ള കാര്യമാണ്. നമ്മളോട് സംസാരിക്കാനോ നമ്മളോട് എതിർത്ത് പ്രവർത്തിക്കാനോ പേടിക്കുന്ന രീതിയിൽ ഉൾഭയം ദൈവം അവർക്ക് ഇട്ടുകൊടുക്കും. വിശ്വസിക്കുക, നിങ്ങൾ 100% വിശ്വസിക്കുക. കള്ളം പറയാനോ കളവ് കാണിക്കാനോ ഏതെങ്കിലും രീതിയിൽ ഒരാളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ലാത്ത ഒരാള് ആണ് പറയണത്. വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും ദൈവത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റുള്ള, നിങ്ങളെ കുറ്റപ്പെടുത്താനും വിഷമിപ്പിക്കാനും ഒക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോണ വഴിയിലുള്ള ആളുകൾക്ക് പോലും ആ പ്രസൻസ് ഫീൽ ചെയ്യും, ഒരു ദൈവികത ഫീൽ ചെയ്യും. മറ്റുള്ള ആളുകളുടെ ഉള്ളിൽ പേടി വരും. മനസ്സിലായോ? നമ്മളോട് ഇടപഴകാൻ എന്താണ് മോശമായിട്ട് ഇടപഴകാൻ പേടിക്കും. മനസ്സിലായോ? അപ്പൊ തോറ്റു കൊടുക്കാണ്ടിരിക്കുക. എന്തു വേദന സമയത്തും നമ്മൾ ബോൾഡായിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാം. സെൽഫ് ടോക്ക് 100% ഇന്ന് ഈ നിമിഷം തൊട്ട് ബിന്ദു മാം പറയേ, ഞാൻ മതി. 2 ബിന്ദുള്ള കാരണം എനിക്ക് കോമൺ ആയിട്ട് 2 ആളെ മനസ്സിനെ ഇളക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഒരേ സമയം ഒരു പേരുള്ള 2 പേരുണ്ടെങ്കിൽ 2 ആളെ മനസ്സിലാവും, എന്നെ പറ്റിയാണല്ലോ പറയണേ എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ നിങ്ങളെ ചിന്തിക്കുക, ഇത് ഞാൻ മതി എന്ന് ഇന്നു മുതൽ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആയിരിക്കും എന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് നെഞ്ചിലൊന്ന് കൈവച്ചൊന്ന് കണ്ണടക്കി ഒരു സെക്കൻഡ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികളിൽ കൂടെ കടക്കേണ്ടി വന്നാലും, ചെറുതായാലും വലുതായാലും, എന്നെ തഴഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇനി എനിക്കുണ്ടാവില്ല ജീവിതത്തിൽ. എൻ്റെ പ്രശ്നങ്ങൾ ഏതൊക്കെ സംഭവിച്ചാലും എന്നെ തളർത്താൻ ഒരാൾക്കും ആവില്ല. എനിക്ക് ഞാനുണ്ട്. ഐ ആം ഇനഫ്.
എനിക്ക് ഞാൻ മാത്രം മതി. എൻ്റെ സ്ട്രെങ്ത് എനിക്കറിയാത്തതിനേക്കാളും വലുതാണ്. ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും വലുതാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി എന്നെ തകർക്കാൻ ഇനി ഈ ലോകത്തിൽ ഒരു ശക്തി വിചാരിച്ചാലും നടക്കില്ല, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പ്രശ്നങ്ങളൊക്കെ വരും. ദിസ് ഈസ് ദ വേ ദ ലൈഫ് ഈസ്. അതൊക്കെ അവിടെ നടന്നോട്ടെ, ഒന്നും പ്രശ്നമില്ല. നമ്മൾ പോണ വഴി നമ്മൾ മാത്രം സെലക്ട് ചെയ്യുക, നമ്മൾ മൂവ് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് നൈറ്റ്.